ഒരല്പം വർഷം മുന്നേ വരെ നമ്മൾ തമിഴ് സിനിമയിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു ട്രെൻഡായിരുന്നു വ്യവസായ പാസം. അതിലെപ്പോഴും നമ്മുടെ നായകൻ ഏതെങ്കിലും രീതിയിൽ വന്ന് കർഷകർക്ക് വേണ്ടി സംസാരിക്കുകയോ പോരാടുകയോ ഒക്കെ ചെയ്തിരുന്നു. പോർതൊഴിൽ എന്ന സിനിമയിലൂടെ ഗംഭീര തുടക്കം കുറിച്ച വിഘ്നേഷ് രാജ രണ്ടാമതായിട്ട് സംവിധാനം ചെയ്തിട്ടുള്ള കര എന്ന സിനിമ ഞാൻ ആദ്യം പറഞ്ഞ കർഷക സ്നേഹം പരിപാടിയിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ്. പക്ഷേ അതിനെ ഒരു ഹൈസ്റ്റ് മൂവിയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞുകൊണ്ട് വ്യത്യസ്തമാക്കാൻ വിഘ്നേഷ് ആഗ്രഹിക്കുന്നുണ്ട്. ഈ പടത്തിന്റെ രണ്ടാം പകുതിയിലാണ് ത്രില്ലിംഗ് ആയിട്ടുള്ള പല എലമെന്റുകളും നമുക്ക് സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. ആകെ മൊത്തത്തിൽ സെന്റിമെന്റൽ എലമെന്റുകൾക്ക് കുറച്ചധികം സ്പേസ് ഈ സിനിമ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ശങ്കർ പടം പരിപാടി, അതായത് കുറച്ച് അഗ്രസീവായ രീതിയിൽ നീതി നടപ്പാക്കുന്ന പരിപാടി ക്ലൈമാക്സിലേക്ക് പിടിക്കാൻ നോക്കുന്നത് വിചാരിച്ച ഒരു ഓറയോടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സിനിമയ്ക്ക് സാധിക്കുന്നില്ല. കരസ്വാമി എന്ന കരയാണ് നമ്മുടെ നായകൻ. ഇയാളെ ഒരിക്കൽ മോഷണത്തിന് പിടിച്ചിട്ട് അയാൾ കസ്റ്റഡിയിൽ നിന്ന് ചാടി ആന്ധ്രയിലേക്ക് നാടുവിട്ടതാണ്. എന്നാൽ കുറച്ചു കാലങ്ങൾക്ക് ശേഷം അയാൾക്ക് തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടി വരികയാണ്. പക്ഷെ വന്നതിന് ശേഷമാണ് താൻ ജീവിതം തിരിച്ചുപിടിക്കാൻ വേണ്ടി മനസ്സിൽ കണ്ട പല കാര്യങ്ങളും ഓൾറെഡി ബാങ്കിൽ പണയം വെച്ച അവസ്ഥയിലാണ് എന്ന് അയാൾക്ക് മനസ്സിലാവുന്നത്. ഈ ഒരു സാഹചര്യത്തെ കര ഏത് രീതിയിൽ നേരിടുന്നു എന്നതാണ് നമ്മൾ ഈ പടത്തിൽ കാണുന്നത്. പടത്തിന്റെ ഒന്നാം പകുതി ഏതാണ്ട് പൂർണ്ണമായിട്ടും കരസ്വാമിയും അയാളുടെ അച്ഛനും അവരുടെ കൃഷിഭൂമിയും തമ്മിലുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടാം പകുതിയിൽ നായകൻ എടുക്കുന്ന റിസ്കിന്റെ ഒരു അളവ് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു എസ്റ്റാബ്ലിഷിംഗ് ട്രാക്ക് കഥയിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ ഈ ഒരു ട്രാക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളതിലാണ് പ്രശ്നം കിടക്കുന്നത്. മെലോ ഡ്രാമയ്ക്ക് വല്ലാതെ സ്പേസ് കൊടുക്കുന്നത് കൊണ്ട് ആ ഇമോഷണൽ എപ്പിസോഡ് പൂർണ്ണമായിട്ടും അങ്ങോട്ട് കണക്ട് ആകുന്നില്ല. സിസ്റ്റത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള ചില തരികിടകളിലേക്ക് കഥ കടക്കുന്ന രണ്ടാം പകുതിയിലാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. കരയുടെ പ്രതികാര കഥ വലിയ കളികളിലേക്ക് നമുക്കൊരു വിൻഡോ തുറന്നു തരുന്ന പോലെ നമുക്ക് തോന്നും. പോരാത്തതിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ചില ഡെവലപ്മെന്റുകൾ അവിടെ വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതൊരു ചെറിയ സമയത്തേക്ക് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അതിനുശേഷം സിനിമ വളരെ ധൃതിപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കസ്റ്റമൈസ്ഡ് ജസ്റ്റിസ് കാണിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. വിഘ്നേഷ് രാജയ്ക്കൊപ്പം ആൽഫ്രഡ് പ്രകാശും ചേർന്ന് എഴുതിയിട്ടുള്ള ഇതിന്റെ തിരക്കഥ തന്നെയാണ് പടത്തിന്റെ ഒരു വീക്ക് പോയിന്റ്. സെന്റിമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളെയും ത്രില്ലർ ആസ്പെക്റ്റിലുള്ള സംഭവങ്ങളെയും ബാലൻസ് ചെയ്യാൻ തിരക്കഥയ്ക്ക് സാധിക്കുന്നില്ല. വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് തുടക്കത്തിൽ വിഘ്നേഷ് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. മിന്നലിന്റെ വെളിച്ചത്തിലൂടെ സംഭവിക്കുന്ന കാര്യത്തിന്റെ ഒരു സ്കെയിൽ കാണിക്കുന്ന പരിപാടിയൊക്കെ രസകരമായിരുന്നു. അതുപോലെ ഒരു മഴ പെയ്യുന്ന സീൻ ഉപയോഗിച്ചുകൊണ്ട് നായകന്റെ മാനസികാവസ്ഥ പുള്ളി കാണിക്കുന്നുണ്ട്. ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു കോൺവെർസേഷനിൽ ട്രാക്ടർ പ്ലേസ് ചെയ്തിട്ടുള്ളത് പോലും വിഷ്വലിലൂടെ ചിലതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലാണ്. ചില മൊമെന്റുകളുടെ മൊത്തത്തിലുള്ള കൊറിയോഗ്രാഫിയും ഇൻട്രസ്റ്റിംഗ് ആണ്. ആടുകളം നരയൻ വരുന്ന സീനും പിന്നെ പോലീസുകാർ ഇവരെ പിടിക്കുന്നതിന്റെ വളരെ അടുത്തെത്തുന്ന ഒരു സീനും എഡിറ്റിംഗിൽ നല്ല രീതിയിൽ ഉദ്വേഗം സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ 160 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമയിൽ ഇത്തരത്തിലുള്ള മൊമെന്റുകൾ വളരെ ചുരുക്കവും ബാക്കി ഭൂരിഭാഗം സമയത്തും വല്ലാതെ പരത്തി പറഞ്ഞ് കാര്യങ്ങൾ വ്യക്തമാക്കാൻ നോക്കുന്നത് പോലെയും തോന്നി. ഒരുമാതിരി പ്രേക്ഷകരെ ഒരു വിശ്വാസക്കുറവുള്ളതുപോലെ. GV പ്രകാശ് ഒരുക്കിയിട്ടുള്ള പാട്ടുകൾ തരക്കേടില്ലാത്തതാണ്. ആക്ഷൻ ബ്ലോക്കുകൾ ഒരുപാട് ഡ്യൂറേഷനുള്ള ടൈപ്പ് ഇതിൽ വരുന്നില്ല. സാധാരണ രീതിയിലുള്ള ഒരു ഹീറോ മെറ്റീരിയൽ എന്ന് പറയാൻ അങ്ങനെ പറ്റാത്തൊരു ക്യാരക്ടറാണ് കരസ്വാമി. അയാളെ കാണിക്കുന്ന ആദ്യത്തെ രംഗത്തിൽ നിന്ന് തന്നെ ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. അയാളുടെ ടെൻഷനും ഡെസ്പറേഷനും ഒക്കെ ഫലപ്രദമായ രീതിയിൽ ധനുഷ് സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കരയുടെ അച്ഛന്റെ റോളിൽ വന്ന KS രവികുമാർ സാമാന്യം നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. കരുണാസിന് ഈ പടത്തിൽ ത്രൂ ഔട്ടുള്ള ഒരു നല്ല ക്യാരക്ടർ ലഭിച്ചിട്ടുണ്ട്. പുള്ളി അത് നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട്. മമിത ബൈജുവിന് ലഭിച്ചിട്ടുള്ള ക്യാരക്ടറിന്റെ ഡ്യൂറേഷൻ വളരെ കുറവ് തന്നെയാണ്. പക്ഷേ ഒരു റൂറൽ തമിഴ് ക്യാരക്ടറിനെ തന്നെ ഏൽപ്പിച്ചാൽ നല്ല രീതിയിൽ തനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യാൻ ഈ കിട്ടിയ അവസരത്തെ മമിത ഉപയോഗിച്ചിട്ടുണ്ട്. കരയുടെ അമ്മയുടെ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് ശ്രീജ രവിയാണ്. സുരാജ് വെഞ്ഞാറമൂടിന് ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോലീസ് കഥാപാത്രത്തെ ലഭിച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ പുള്ളിയുടെ ഒരു മലയാളം ചോയ തമിഴ് പറയുന്നതിൽ വരുന്നുണ്ടെങ്കിലും ബോഡി ലാംഗ്വേജും വോയിസ് മോഡുലേഷനും ഒക്കെ ഉപയോഗിച്ച് ആ പോരായ്മ പുള്ളി പരിഹരിക്കുന്നുണ്ട്. തുടക്കത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പോകെ പോകെ വളരെ ജനറിക് ആയി മാറിയ ഒരു ക്യാരക്ടർ ജയറാമിന് ഈ പടത്തിൽ ലഭിച്ചിട്ടുണ്ട്. കുവൈത്ത് യുദ്ധമൊക്കെ നടക്കുന്ന 90കളുടെ പശ്ചാത്തലത്തിൽ കഥ സെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇതിൽ പറയുന്ന ഹൈസ്റ്റ് ഐഡിയ വിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് മൊബൈൽ ഫോണുകളും CCTVയും ഒന്നും ഇല്ലാത്തത് എഴുത്തിനെ കുറച്ചുകൂടെ എളുപ്പമാക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഒരു രസകരമായ കള്ളനും പോലീസും സ്റ്റോറി ഉണ്ടാക്കുന്നതിന് പകരം അയാളെങ്ങനെ കള്ളനായി എന്ന ഇമോഷണൽ റീസണിങ്ങിലേക്കാണ് വിഘ്നേഷ് രാജ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. വലിയൊരു ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് സാമാന്യം കൊള്ളാവുന്ന ഒരു ഐഡിയയെ ഇമോഷണൽ എലമെന്റുകൾ ഇട്ട് വീര്യം കെടുത്തി കളഞ്ഞതുപോലത്തെ ഒരു അനുഭവമാണ് ആകെ മൊത്തത്തിൽ കര. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്